കാശ്മീരിൽ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അവിടെ ഒരു വിഷമം ഞങ്ങൾ ഡൽഹിയിൽ പോകാൻ പിന്നെ അവിടെ നിന്ന് നേരെ കൊച്ചി. പക്ഷേ ഞാൻ നാട്ടിൽ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല ഫുഡ് അടിപൊളിയായിരുന്നു. ഇതുവരെ കഴിച്ചത് അങ്ങനെ ഞങ്ങൾ ഗുൽമർഗിനോടും ഞങ്ങൾ സ്റ്റേ ചെയ്ത റോയൽ പാർക്കിനോടും ബായ് പറയാണ്. ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ശ്രീനഗറാണ് ഞങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇതിലൊന്നും കാണില്ല. അത് പിയർ ട്രീയാ. അത് അക്രൂട്ട് എന്ന് വെച്ചാൽ വാൾനട്ട്സ് അല്ലേ വില്ലേജ്. തൻമർഗ് എന്ന് പറഞ്ഞാൽ ഫരീദ് ഭായിന്റെ നഗരമല്ല, വില്ലേജാണ്. പരിഷ്കരിച്ചത് വെയിലുണ്ട്. അതാണ് വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. फरीम भाई की बीवी नमस्ते मुमताज. मैं तो फोटो ले लेगा तो आ जाएगा. ये फरीद भाई है और ये बीवी मुमताज जी है ना. हाँ, हमारे लिए बहुत चाय काफी सब कुछ है. नमक की चाय पहली बार ट्राई करने जा रही हूँ और एक्साइटेड है. हाँ, और इसके प्यारी बिटिया भी है लेकिन शर्म आके भाग गई. ഇതാണ് ഉപ്പിട്ട ചായ. ഇവിടുത്തെ ഫേമസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. नमक की चाय എനിക്ക് ഇഷ്ടവും ഭയങ്കരമായിട്ട്. नमक की चाय कैसे लगी? കഞ്ഞി കുടിക്കുന്ന പോലെ ഉണ്ട് കുറച്ച് വെള്ളമൊക്കെ. നിങ്ങളത് എനിക്ക് ഇഷ്ടമുള്ളൂ. ചായയിൽ ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള अल्ले ये इसकी फेवरेट होगा. मुझे पता था टेस्ट जब जी हाँ तो उसकी फेवरेट होगा. ये डाल दो. कोई टेंशन नहीं. ये हमारी फरीद भैया है. कल से हमें गाइड कर रही हूँ. बहुत अच्छी है सब लोग इधर. उसकी 3 प्यारी बिटिया और मुमताज जी. थैंक यू फॉर नमक टी. पहली बार ट्राई कर रही हूँ. बहुत अच्छा था और कॉफ़ी भी बहुत अच्छा था. और हमें सेब भी दिया अपना घर का. गांव विलेज में अभी गांव है. ये गांव का नाम है काजीपुरा. ഇത് നമ്മുടെ ഫരീദ് ഭായിയുടെ സിസ്റ്ററാണ്. അപ്പം ഞങ്ങൾ സിസ്റ്ററിനോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. नाम क्या है? हाँ वनाशी नाम क्या शी? आंटी. आंटी आंटी नाम आंटी. ओके आंटी. इसका नाम मिमा. अब बोल रहे सब इसको आंटी आंटी. तो तभी ये नाम बोल रहे आंटी. ओके आंटी एमरोज आंटी गई थी. के साथ हम फोटो लेंगे. हाँ स्माइल कर लो. हंसो बस हाय मूड में हंसो. हाँ ऐसे चलो ओके. ना ख्याल रखना. ओके बाय. करके बाय. അങ്ങനെ ഫരീദ് ഭായിയോടും ഫരീദ് ഭായിയുടെ വീട്ടുകാരോടും ഞങ്ങൾ ബായ് പറഞ്ഞ് പോവുകയാണ്. അവിടെ ഫരീദ് ഭായ് ഉണ്ടാക്കി വെച്ച ഏറ്റവും വലിയ വീടാണ് ആ വില്ലേജിലത്തെ. ശ്രീനഗറിലേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ കുറച്ചൊരു സീനറി കണ്ടു. അപ്പോൾ ഫരീദ് ഭായിയാണ് പറഞ്ഞത്, നിങ്ങൾ ഈ സീനറിയിലൊക്കെ നടക്കുന്നൊരു വീഡിയോ എടുത്തു തരാം, രസമുണ്ടാവും എന്ന് പറഞ്ഞ് എടുത്തതാണ്. ആ ക്ലിപ്പ് ജസ്റ്റ് ഇവിടെ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ശ്രീനഗറിൽ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു പശ്മീന കിട്ടുന്ന കടയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ അമ്മയ്ക്കൊരു പശ്മീന സിൽക്ക് സാരിയും പപ്പയ്ക്കൊരു പശ്മീന ഷോളും മേടിച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ദൽ ലേക്കാണ്. ഇപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അറ്റത്ത് കാണുന്നൊരു ലേക്ക് കണ്ടോ, അതാണ് ദൽ ലേക്ക്. അവിടെ ഞങ്ങൾ ഷിക്കാർ റൈഡിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ നമ്മളിപ്പോൾ ഷിക്കാർ റൈഡിന് പോകാൻ നിൽക്കാം അല്ലേ? എക്സൈറ്റഡ് ആണോ? ഇതാണ് ഷിക്കാർ റൈഡ്. ഇതാണ് ദൽ ലേക്ക്. ദൽ ലേക്കിൽ ഷിക്കാർ കയറാനായിട്ട് പോവാണ്. ഇവിടെ നമുക്ക് നമ്മളെ വിട്ടിട്ട് കുറച്ച് പേടിയുണ്ട്.
ഞാൻ വരാം. ആയി വെള്ളം മൊത്തം സ്പ്ലാഷ് ആവുന്നു. ഇതൊരു വഞ്ചി പോലെയാണ്. ഹേസൽ നീ ഇതും ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ആവുന്നു. ഭയ്യ आपका नाम क्या है? क्या है? फयाज भाई. और उनका नाम ബഷീർ ഭായ്. അച്ഛാ കണ്ടോ, ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നിന്ന് ഡൽ ലേക്കാണ് ഈ കാണുന്നത് മൊത്തം. ഞങ്ങൾ ഇവിടെ എല്ലാത്തിലും പോയി എന്ന് പറയാം. അതെ, പൈസ വസൂലാക്കിയിട്ടുണ്ട് നല്ലോണം. കുതിരയില് പോയി, ATV-യില് പോയി, അതേ ബോട്ടില് അതെ, ഇത് നടന്നും പോയി, ചെയ്യാത്ത ഒന്നുമില്ല. വണ്ടിയിലും പോയി, ട്രക്കിങ്ങും ചെയ്തു. ഇവിടെ എന്താ ഒരു ഫൗണ്ടൈൻ ഒക്കെ ഉണ്ട് കണ്ടോ, ഡൽ ലേക്ക്. വെള്ളത്തിന്റെ തൊട്ട് മുകളിൽ പോണം പോലെ ഉണ്ട്. ആ അതെ കണ്ടോ, ഇങ്ങനെ തൊട്ട്. നമുക്ക് അൺലിമിറ്റഡാ, കൊറേ സമയമുണ്ട്. हाँ फाउंटेन्स भी है കണ്ട. കൂടെ ഇതും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്, ഒരു ഫൗണ്ടൈൻ ഷോ ഉണ്ട് നമുക്കിവിടെ കണ്ടോ, വിത്ത് സീനറി. ഇവിടെ നല്ല വെതറല്ലേ, വലിയ ചൂടൊന്നുമില്ല, അത് കുഴപ്പമില്ല. हाँ पहली बार. कितना दिन हुआ है? अभी ये 4th डे है. लास्ट डे आज चल पहलगाम वगैरह हाँ पहलगाम. सोनामर्ग में हमें बर्फ भी मिला. फर्स्ट टाइम स्नो दिख गया. ये तो आप लकी, आप किस्मत वाला था. हाँ, सब लोग ऐसे बोलते हैं. और क्या, आपने जिसने बर्फ देखा वो तो लकी हो रहा नहीं होता. हाँ सही बात है. फर्स्ट टाइम दिख रहे हैं वो. हम लोग इसके पहले कभी नहीं देखा स्नो में खेला भी हम तो. अगर आप और बहुत अच्छा लगा. जनवरी में आ जाओ, जनवरी पूरा शिकारी में आपको पूरा बर्फ देखेगा. ये देखो उसमें फ्लावर आ गए, ഓക്കെ व्हाइट, येलो, रेड और हाँ देखते हैं देखो फ्लावर. കണ്ട റെഡ് യെല്ലോ വൈറ്റ് പൂക്കള. पिंक, रेड भी आ रहा है, रेड भी देख सकते हैं. इसको हमने यहाँ वाटर लिली डोंट बी सिली. वाटर लिली डोंट बी सिली. हाँ वाटर लिली डोंट बी सिली, सुबह खिली रात को ना मिली, अनारकली इसको चली. अच्छा, इस पे एक शायर ही लिख दिया. കണ്ടോ റെസ്റ്റോറൻറ്റ്സ്, ഹൗസ് ബോട്ട്സ് ഇവിടെ നിർത്തും. ആ ഇവിടെ നൈറ്റ് സ്റ്റേ ഒക്കെ ഉള്ള ഹൗസ് ബോട്ട്സ് ആണ് ഈ കാണുന്നത്, ഇവിടെ കിടക്കുന്നത്. शिकारे में आना जाना, शिकारे में उतरना. എന്നിട്ട് ഷിക്കാരയിൽ വന്ന് ഇവിടെ നൈറ്റ് സ്റ്റേക്ക് പറ്റിയിട്ടുള്ള ഹൗസ് ബോട്ട്സ് ആണ് ഈ കാണുന്നത്. നമ്മൾ ആലപ്പുഴയൊക്കെ കാണുന്ന പോലെ. മൂവിങ് അല്ല, സ്റ്റേ ചെയ്യാൻ ഇങ്ങനെ ഒരു ആംബിയൻസിൽ. ഇതാണ് ലോട്ടസിന്റെ പാടാണ്. അപ്പൊ അതിന്റെ സീസൺ അല്ലാന്നുള്ളൂ. അതിന്റെ താമര വളയം കാണാണ്ട് കണ്ടോ, അച്ചപ്പം പോലെ അല്ലേ. ഫ്ലോട്ടിംഗ് ആണ് ഈ പറയുന്നത്. കണ്ടോ ആള് നിക്കുന്ന കണ്ടോ, ഒരാൾക്ക് ഇത് നിക്കാം. ഇത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ലോട്ടസ് ഗാർഡൻ ആണ്. चिकन में क्या है? चिकन में टिक्का भी और कबाब भी. टिक्का है? होता है टिक्का. हाँ. तो टिक्का अब फ्लोटिंग रेस्टोरेंट അതിന്റെ കൂടെ ചിക്കൻ കഴിച്ച് എൻജോയ് ചെയ്യാൻ. आपका नाम क्या है भाई? मेरा हाँ अब्दुल रशीद भाई हमारे लिए टिक्का अरेंज कर रहे हैं, प्रिपेयर कर रहे हैं. അയ്യോ ഹലോ, ചിക്കൻ കഴിക്കാൻ എക്സൈറ്റഡ്? എല്ലാത്തിനും എക്സൈറ്റ്മെന്റ് അല്ലേ? ആൾക്ക് തലവേദന എടുത്തിട്ട് വയ്യാണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ഫുൾ റെഡിയാണ്. ഫോട്ടോസ് നന്നായി വരുന്നുണ്ട്. ഞാൻ കുറച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആയപ്പോൾ കിട്ടിയിട്ടില്ല. ഞാൻ എടുത്തിരുന്നു. സമയമുണ്ട് ഇനി. ओ इसको बैन है अभी कोई हम पकड़ता नहीं. अच्छा इതെന്തിനാ बहुत है. सब तो वो ऐसे ऐसे भी आता है ना, सवेरन बर्ड्स, वो तो 4-5 महीने के लिए रहता है. ओ ठंडा वेदर. अच्छा अच्छा, तो उस टाइम पे आता है. पूरा लेक भरा. इसे क्या बोलते हैं? क्या बोलते हैं इसको? जल मुर्गी. ജൽ മുർഗി. കോഴിയോ? വെള്ളത്തിന്റെ കോഴി. पान कोड़ी വെള്ളത്തിലെ കോഴി. कश्मीर में बोलते हैं इसको जल मुर्गी. ജൽ മുർഗി. अच्छा अच्छा
മലയാളം തോ എന്താ വെള്ളം കോഴി आपको तमिल आता है? थोड़ा 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 सा आता है. अच्छा अच्छा अच्छा. वणक्कम वणक्कम. सीक्रम. फास्ट. जल्दी. हाँ. Thank you. ഇതെങ്ങനെയുണ്ട് നോക്കൂ. മിക്സ് ചെയ്യണ്ടേ ഇതിലേക്ക്? കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. ഞാൻ റിയാക്ഷനാണ് എടുക്കണേ. നല്ലതാ? നല്ലതാ. ഇത് വെറുതെ നല്ല ചിക്കനാ. बहुत अच्छा है भाई. ये फेमस है फेमस है. मैंने बहुत भी अलग. आएगा बूटा वाला आएगा हाँ. और बद है ना जो है गुलबदन അടിപൊളി. നല്ല വേർത്ത ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇവിടെ വന്നതിൽ ഇപ്പം ഏറ്റവും പുറത്തത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടത് ഇതാ. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ ഒരുപാട് ജൽമുർഗികളെ കണ്ടു. അവർ തണുപ്പ് കാലത്ത് ഇതിൽ ഫുൾ നിറങ്ങി കവിയെന്നാണ് പറയുന്നത്. ആ സമയത്താണ് അവർ ഇവിടേക്ക് എത്തുന്നത്. ഷോൾസ്, ചുരിദാർ സെറ്റ്, സൂട്ട്സ് എല്ലാം ഉണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഏതാ മേടിക്കണേ? ഇതെടുത്താ പോലെ ആ ഓക്കെ, എന്നാൽ അത് മേടിച്ചു. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആയിരുന്നു സൈഡ്. നമുക്ക് മറ്റേ റീച്ചൽ സിറ്റി 100 വൈബ്സ് വരുന്നുണ്ടോ, അതിന്റെ ചെറിയ രീതി, വലുതല്ല. മറ്റേ ബാങ്കോക്കിലാണ് ബിഗ് വൺ. सब कंट्री का अलग अलग मटेरियल होता है, जैसे कनाडा या न्यूजीलैंड या अमेरिका, वहाँ भी फैब्रिक्स होता है. लेकिन यहाँ जो ഞങ്ങളപ്പോൾ പശ്മീനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് വന്നു. പലതരം പശ്മീന മെറ്റീരിയൽ പല ആടിൻ്റെ വൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇപ്പോൾ കാണിച്ചതാണ് ഏറ്റവും ഫേമസ്, ഏറ്റവും നല്ല മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പ്രകൃതി രമണീയം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫാക്ടറീസ് ഒന്നുമില്ല. ഇപ്പോഴും ചർക്കയും ഇതിൽ കാണിക്കുന്ന പോലത്തെ മെഷീൻസൊക്കെയാണ് അവരിപ്പോഴും യൂസ് ചെയ്യുന്നത്. കൈകൊണ്ടുള്ള പണികളാണ്. അതുകൊണ്ട് അവർക്ക് ഓരോ പണികളും ചെയ്ത് തീർക്കാൻ ചിലപ്പോൾ ഒരു കൊല്ലം, കുറേ മാസങ്ങൾ എടുത്തിട്ടുള്ള പണികളാണ് അവർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോ വീഡിയോയും കുറേ മാർക്കറ്റും പശ്മീൻ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു. തിരിച്ചു പോയപ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് കിടന്ന് ആസ്വദിച്ചു. കേട്ടോ കുറച്ച് ഇടുങ്ങിയ വെള്ളം ഞങ്ങൾ കുറച്ച് അടുത്തായിട്ട് കിടന്നിട്ടാണ് നമ്മൾ പോണത്. റീച്ചിലെ തലവേദനയായിട്ട് മൈഗ്രെയിനാണ്. ഞങ്ങൾ എൻജോയ് ചെയ്യാം. ബൈസ് നല്ല കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും തുഴയുണ്ട്. മുഗൾ ഗാർഡൻസിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വ്യൂ കാണിക്കാം. വെയിൽ സഹിക്കുന്നില്ല. അപ്പോൾ ഇതാണ് മുഗൾ ഗാർഡൻസ്. അപ്പം ഞങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ പൂക്കളൊക്കെയായിട്ട് നമ്മളൊരു പാർക്കിൽ കാണുന്ന എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ പൂക്കളിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും കണ്ടില്ല. പിന്നെ ടുലിപ്പ് ഗാർഡൻ വേറെ ഉണ്ട്. അതിൻ്റെ സീസൺ ആയ ടൈമിലല്ല ഞങ്ങൾ പോയത്. മെയ് ടൈമിലൊക്കെയാണ് സീസൺ എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പൂക്കളും വെറൈറ്റീസും ഒന്നും കാണാനൊന്നും പറ്റിയില്ല. ഇതൊരു നോർമൽ പാർക്ക്. പിന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ, ഭയങ്കര ചൂട്. കശ്മീർ എന്ന് പറയില്ല, അത്ര ചൂട്. ചേച്ചി നിൽക്കുന്നു, ചേച്ചി നിൽക്കുന്നു. ഞങ്ങളൊന്നും കാണാനില്ല പ്രത്യേകിച്ച്. അപ്പോൾ പൂക്കളൊക്കെയാണോ കാണാൻ? ഭംഗിയൊക്കെ ഉണ്ട്. റെഡ് ലുക്സ് നൈസ്. ഇറ്റ്സ് നോട്ട് ബാഡ്. ലൈക്ക് നോർമൽ പാർക്ക്. പിന്നെ എന്തൊക്കെ ഉണ്ടാവണം അതൊക്കെ ഇവിടെ ഉണ്ട്. സോ വി വിൽ ഷോ യു ദി ഔട്ട്സൈഡ്. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. കാണുമ്പോൾ ഒരു ഏഷ്യൻ ലുക്കൊക്കെ ഉണ്ട്. മോൾ ഭാഗം ഒരു ഏഷ്യൻ ലുക്ക് ഉണ്ട്. ഈ മുകളിലത്തത് കാണുമ്പോൾ ഇത്തിരി ഏഷ്യൻ ലുക്ക് ഉണ്ട്. ലാസ്റ്റ് ആണ് ഇവിടെ. പക്ഷെ കേരളത്തിൽ പോകാനും എക്സൈറ്റഡ് ആണ്. 1.5 കൊല്ലമായല്ലോ. നമ്മുടെ നാട്, നമ്മുടെ നാടിനേക്കാളും ഞങ്ങളവിടെയും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒന്നുമില്ല, ആൾക്കാരൊക്കെ നോക്കുന്നത് റോഡ് VIP रोड. हाँ, यहाँ पे उमर अब्दुल्ला हमारे रहते हैं. हाँ. और शर्म हो गया. ओके आप बोलो. शर्मा नहीं गया. ओके आप बोलो.
അപ്പോൾ ഇതിനെയാണ് VIP റോഡ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഓറഞ്ച് മതിലും ഇത് മെയിൻ ഗേറ്റാണ്. അത് പണ്ടത്തെ ഇവിടുത്തെ ഫോമർ ചീഫ് മിനിസ്റ്ററും ലോകസഭാ മെമ്പറൊക്കെ ആയ ഒമർ അബ്ദുള്ളയുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് ഗൈഡ് പറഞ്ഞത്. ये उनकी पर्सनल प्रॉपर्टी है, ठीक है? ये नहीं कि गवर्नमेंट से खाली ली है वो। ഓ ഇതാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആണ്. बड़ा बड़ा यहाँ तक बराबर है। जेल से भी ज्यादा ग्रैंड ये right ललित. side. ഓ ഗ്രാൻഡ് ലളിത് ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലാണ്. വലിയ വലിയ ഗേറ്റ് ഒക്കെ ഉണ്ട്. വലുത് इंडिया गेट जैसा है इसका गेट. ये स्ट्रीट को क्या बोलते हैं? इसको बोलते हैं बादशाह ब्रिज। बादशाह ब्रिज इसको बोलते हैं। बादशाह 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 बादशाह. इसको बोलते हैं होटल ताज। वो ताज है इधर? वो आगे क्लॉक टावर. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി നിഷാദ് ഗാർഡൻ. ഇത് 17th സെഞ്ച്വറിയിലെ മുഗൾ ചക്രവർത്തിയുടെ കുടുംബക്കാർ പണിത്. ചക്രവർത്തി ഹേ യേ പണിയിൽ. നിഷാദ് ഗാർഡൻ. ഇവിടുത്തെ പൂക്കളും കൺസ്ട്രക്ഷനൊക്കെ ഏകദേശം ഞങ്ങൾ ഇതിന് തൊട്ട് മുന്നേ പോയ മുഗൾ ഗാർഡൻ പോലെ തന്നെയാണ്. പക്ഷെ ഇത് പണിതേക്കുന്നത് കുറച്ചുകൂടി ടെറൈൻ ലുക്കില്ല. ഞാൻ വെൽവെറ്റ് പൂന്ന് പറയാറ് ഇതിന്. ഐസ്ക്രീം കഴിച്ചപ്പോ തലവേദന കുറച്ച് പറഞ്ഞല്ലോ. എന്താ അതിന്റെ വിശക്കുണ്ടായിരുന്നു. ഭയങ്കര കളർഫുൾ ആണ് ഇവിടെ. ഇതെന്താ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് വരെ ഒരു ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്തോ റീലെടുക്കാൻ നോക്കിയതാണ്, പക്ഷെ അത് പാളിപ്പോയി. അതുകൊണ്ടാണ് ഇത് പുറത്ത് വരുന്നത് നിങ്ങൾ കാണാത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ബ്ലോഗിൻ്റെ അവസാനം ഇട്ട് ഞങ്ങളെ തന്നെ കുറച്ച് നാറ്റിക്കാന്ന്. അവിടെ തൃശ്ശൂർ ഭാഷയിൽ ഒരാളുടെ സംസാരം കേട്ടോ. അത് ഏതോ ഒരു യാത്രക്കാരനാണ്. ഒരു നിമിഷം ഞങ്ങളും തൃശ്ശൂർ എത്തിയെന്ന് വിചാരിച്ചു പോയി. फॉर्म पर आपके फीडबैक की प्रतीक्षा करेंगे। हवाई यात्रा संबंधित शिकायत के निवारण के लिए आप हमारी एयरलाइन के नोडल ऑफिसर या एप्लीकेशन अथॉरिटी से संपर्क कर सकते हैं, जिनकी जानकारी हमारी वेबसाइट www. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ നവംബറിൽ പോയ കശ്മീർ സീരീസിൻ്റെ വ്ളോഗ്സ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.